ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിൻ്റെ വലിയ നാമത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം ദൈവം നമ്മെ പ്രത്യേകമായി കൂട്ടിക്കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ നാമത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ദൈവം തരുന്ന വളരെ വിലപ്പെട്ട ഒരു സമയമാണിത്. കർത്താവിൻ്റെ വലിയ നാമത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ ദൈവത്തെ ആരാധിക്കുകയും കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അതിശക്തമായ ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനും വചനം കേൾക്കാനും ഈ നാളുകളിൽ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. വലിയ അനുഗ്രഹമാണ് ഈ നാളുകളിൽ ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചു. അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച് തന്നു. ഇന്ന് ഈ 6-ാമത്തെ ദിവസം നമുക്ക് ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കി തരുമ്പോൾ പൂർണ്ണമായും കർത്താവിന് നന്ദി പറയണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. കേരള സഭ മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും മാത്രമല്ല സമർപ്പിക്കുന്നത്, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. സഭയാകുന്ന ശരീരത്തെ പ്രതിയുള്ള ഭാരമാണ്, വേദനയാണ്, സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്, സഭയെക്കുറിച്ച് നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളാണ്, സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള കരുതലാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സഭ നമ്മളിൽ നിന്ന് വിഭിന്നമായ ഒരു എൻറ്റിറ്റി അല്ലെന്നും, സഭയെന്നാൽ നമ്മളാണെന്നും, സഭയെന്നാൽ കർത്താവിൻ്റെ ശരീരമാണെന്നും, ആ സഭയാകുന്ന ശരീരത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾ നമ്മെ ഓരോരുത്തരെയും ഏറ്റവും ആഴമായി ബാധിക്കുന്നതാണെന്നുമുള്ള തിരിച്ചറിവാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെടുക്കുന്ന പരിത്യാഗത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ ത്യാഗപ്രവൃത്തികൾക്ക്, നിങ്ങളുടെ പരിഹാര ശുശ്രൂഷകൾക്കെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ വിലയുണ്ട്. ദൈവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ യാചിക്കാം. ഈ സമയത്ത് ആത്മാവെ എല്ലാ ഹൃദയങ്ങളിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളിലും ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിശക്തമായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, ദൈവവചനം, ദൈവിക ദൂതുകൾ ഈ നാളുകളിൽ ഞങ്ങൾക്കങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് കൊണ്ട് ഈ നാളുകളിൽ അതിശക്തമായി തിരുസഭയെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താവേ, സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നുവെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ സഭയെ പ്രതി ഉത്കണ്ഠാകുലരാകാൻ, സഭയെ പ്രതി ഭാരമേറ്റെടുക്കാൻ, സഭയെ പ്രതി കരുതലുള്ളവരാകാൻ ഈ നാളുകളിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ശക്തമായിട്ട് ദാഹിച്ച് ആഗ്രഹിച്ച് നമുക്ക് നന്നായിട്ട് പാടി പ്രാർത്ഥിക്കാം. ആത്മാവെ ശക്തമായിട്ട് നിറയണം, എല്ലാ ഹൃദയങ്ങളിലും നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. അതിശക്തമായി ആത്മാവേ ഞങ്ങളുടെ മേൽ നിറയണമേ. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിത ശൈലി എല്ലാ ഹൃദയങ്ങളിലും രൂപപ്പെടണമേ. സഭയൊന്നായി ആത്മാവിൻ്റെ ചലനങ്ങൾക്ക് കാതോർക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യം, ഒരു സ്വഭാവത്തിലെ നന്മ കർത്താവേ ഈ നാളുകളിൽ എല്ലാ ഹൃദയങ്ങളിലും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവേ ആത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ, ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ഈ നാളുകളിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് വ്യാപരിക്കാൻ ഉതകുന്ന ഒരു മാനസിക ശൈലി രൂപപ്പെട്ടു വരുവാൻ ആത്മാവേ ഈ നാളുകളിൽ സഹായിക്കണമേ. ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. ശക്തമായിട്ട് കരങ്ങളടിച്ച് പാടിക്കേ. ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എലീശാക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ. ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എലീശാക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ. ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ നിറഞ്ഞു കവി പരിശുദ്ധാത്മാവേ 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പഠിക്ക്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആത്മാവേ നാളുകളിൽ സഭയ്ക്ക് ആവശ്യമായ ദിശാബോധം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ സഭയുടെ എല്ലാ ശുശ്രൂഷാ വേദികളെയും സമർപ്പിക്കുകയാണ്. സഭ തൻ്റെ ദൗത്യത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ അങ്ങേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അങ്ങ് ഏകരക്ഷകനാണെന്ന് സധൈര്യം ലോകത്തോട് പ്രഘോഷിക്കാൻ ആവശ്യമായ ആത്മീയ ധൈര്യം എല്ലാ ഭാഗങ്ങളിലും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തമായിട്ട് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് പാടാം. സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ സ്ലീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ. രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ നിറഞ്ഞു കവി പരിശുദ്ധാത്മാവേ 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ
ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയേ, 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 പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് എല്ലാ ഹൃദയങ്ങളെയും ചലിപ്പിക്കണമേ. ആത്മാവേ, അങ്ങയുടെ നിറവ് അനുഭവിക്കാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, പെന്തക്കോസ്താ തിരുനാളിൽ അപ്പസ്തോലന്മാര് അഗ്നിജ്വാലങ്ങളായി ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ സമാനമായ സജീവമായ ഒരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ മേൽ ശക്തമായി ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ജന്മത്തിരുനാളിനായി ഞങ്ങൾ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ അതിശക്തമായ പ്രാർത്ഥന അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നാളുകളിൽ നമ്മൾ കേട്ട ദൈവവചനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് കേരള സഭയെ ഒരുക്കിയിട്ടുണ്ട്. ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഈ നാളുകളിൽ സഭയിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനായി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് അപ്പോസ്തലന്മാർ എങ്ങനെയായിരുന്നു കർത്താവിനെ അവരുടെ ഹൃദയത്തിൽ രാജാവായി പൂജിച്ചത്. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ആദിമ സഭ കണ്ടത്. സഭ എങ്ങനെയാണ് കർത്താവ് എന്ന യാഥാർത്ഥ്യത്തെ കൈകാര്യം ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ യേശുവിനെ കാണേണ്ടത്, ആരാധിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, യേശുവിനെ എങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഈ നാളുകളിൽ തിരുസഭയ്ക്ക് അനേകം ബോധ്യങ്ങളും വെളിപ്പെടുത്തലുകളും കർത്താവ് നൽകുന്നുണ്ട്. നമ്മൾ ഈ നാളുകളിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ, എല്ലാ പ്രതിസന്ധികളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കർത്താവിനെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ കടന്നു പോകുന്ന, അതൊരു വ്യക്തിയാവട്ടെ, അതൊരു സമൂഹമാവട്ടെ, സഭയാവട്ടെ, നമ്മൾ കടന്നു പോകുന്ന ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ്. ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ ദൈവശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഞാൻ അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ എന്നെ വളരെ അധികം സ്വാധീനിച്ച ഒരാശയമുണ്ട്. അതെങ്ങനെയാണ്? അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് 5-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ കുറിച്ച് പ്രകാരം പറയും. അപ്പസ്തോലിക സഭയെക്കുറിച്ച് 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അനനിയാസും സഫീറയും
അപ്പസ്തോല പ്രമുഖനായ പത്രോസ്ലിഹായുടെ മുമ്പിലേക്ക് തങ്ങളുടെ കാപട്യവുമായി എത്തുകയും അവർ ആ ഒരു പ്രതിസന്ധിയിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ശവശരീരങ്ങൾ എടുത്ത് മറവ് ചെയ്തു. അതിനുശേഷം വാക്യം ഇങ്ങനെയാണ്, 11-ാമത്തെ വാക്യം, സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. 12-ാമത്തെ വാക്യം, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. നമ്മൾ നേരത്തെ വായിക്കുന്നതിൽ നിന്ന് വിഭിന്നമാണിത്. എന്നാൽ അവരുടെ കൂടെ എല്ലാ ദിവസവും ആളുകൾ ചേർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് മറ്റുള്ളവരിൽ ആരും അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. മറ്റുള്ളവരിൽ ആരും എന്ന് പറഞ്ഞാൽ തിന്മയുമായി, കാപട്യവുമായി, തകർക്കാനുള്ള ഉദ്ദേശത്തോടെ, നശിപ്പിക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ വരുന്ന ആരും തന്നെ അപ്പസ്തോലന്മാരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നിട്ട് അവിടെ പറയുകയാണ്, എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, ദൈവശക്തിയുടെ ഒരു നിറവ് സഭയിലുണ്ടായിരുന്നു. സഭ കർത്താവിന്റെ ശക്തി കൊണ്ട് പൊതിയപ്പെട്ടിരുന്നു. സഭയിൽ ദൈവശക്തി പ്രകടമായിരുന്നു. സഭയിൽ ആ ഒരു ഇലക്ട്രിക് പവർ, ആ ദൈവശക്തിയുടെ വ്യാപാരം നടന്നിരുന്നു. സഭയാകുന്ന ശരീരത്തിലൂടെ ദൈവശക്തിയാകുന്ന കറണ്ട് പാസ് ചെയ്തിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ പലരും അവരോട് ചേരാൻ ഭയപ്പെട്ടു. ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഭയിൽ ആൾ കുറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ദൈവശക്തിയിൽ തിന്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ സഭ ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് നിറഞ്ഞ സഭയായിരുന്നു. ദൈവശക്തിയുടെ ആലക്തിക ശക്തി സഭയിൽ നിറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം. അതുകൊണ്ട് കർത്താവിന്റെ ശക്തി അപ്പസ്തോലന്മാരിലുണ്ടായിരുന്നു, ആദിമ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ പീഡന മുറകളുടെയും വലിയ പൈശാചികമായ പ്രവർത്തനങ്ങളുടെയും നടുവിലും സഭ തളരാതെ നിന്നത്. എന്തുകൊണ്ടാണ്? സഭയിൽ ഈ ദൈവശക്തി നിറഞ്ഞു നിന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ദൈവശക്തി കൊണ്ട് പൊതിയപ്പെട്ട അപ്പസ്തോലിക സഭ അങ്ങനെ ആയത് എങ്ങനെയാണ്? അതിന് പിന്നിൽ അവരെ സഹായിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവാകുന്ന ശക്തി കൊണ്ട് നിറയപ്പെട്ട അപ്പസ്തോലിക സഭ ഈ ശക്തി കൊണ്ട് നിറയപ്പെടാൻ അവരെ സഹായിച്ച ചില ഘടകങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഒരു വ്യക്തിയിലേക്ക് ഈ രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരാളിലേക്ക് നമുക്ക് നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യാം. ഒരാളിലേക്ക്. ഇത് മറ്റാരുമല്ല, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭം മുതൽ അവസാനം വരെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം. BC 6-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഏകദേശ പ്രായം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം BC 6-ലോ 5-ലോ ആണ് ജനിച്ചതെന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോ മിശിഹാ ജനിക്കുന്നതിന് 1-2 കൊല്ലം മുമ്പ് ജനിച്ച യേശുവിന്റെ സമപ്രായക്കാരനായിരുന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അദ്ദേഹം അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കിലിക്കിയിലെ താർസൂസ് എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 22:3 നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയുകയാണ്, കിലിക്കിയിലെ താർസൂസ് എന്ന പട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇത് വളരെയധികം ദൈവഭക്തിയും ദൈവഭയവുമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന, ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയുണ്ടായിരുന്ന ഒരു കുടുംബം. അപ്പസ്തോല പ്രവർത്തനം 23-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ, ഞാനൊരു ഫരിസേയനും ഫരിസേയന്റെ പുത്രനുമാണ്. പൗലോസ് പറയുന്നതാണ്.
അദ്ദേഹം ഫരിസേയരുടെ സമൂഹമാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരങ്ങളെ, ഞാനൊരു ഫരിസേയനും ഫരിസേയൻ്റെ പുത്രനുമാണ്. ദൈവത്തെക്കുറിച്ച് വലിയ തീഷ്ണത നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതിനെക്കുറിച്ച് അനേക ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് എല്ലാം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം പറയാം. 2 തിമോത്തി 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പിതാക്കന്മാര് ചെയ്തിരുന്നത് പോലെ തന്നെ. പിതാക്കന്മാരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞ ഒരു കുടുംബം. ജന്മന റോമ പൗരനായിരുന്നു അദ്ദേഹം. ഹി വാസ് എ റോമൻ സിറ്റിസൺ ബൈ ബർത്ത്. ജന്മന റോമ പൗരൻ. അപ്പോൾ നിസാരപ്പെട്ടൊരു കുടുംബത്തിലല്ല ജനിച്ചത്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, നല്ല വിദ്യാഭ്യാസം കിട്ടിയ, ജന്മന റോമ പൗരനായിരുന്ന, ഫരിസേയനും ഫരിസേയന്റെ പുത്രനുമായിരുന്ന. ഇനി നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണും അദ്ദേഹം ബെഞ്ചമിൻ ഗോത്രജനാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, അദ്ദേഹം ബെഞ്ചമിൻ ഗോത്രജനാണ്. ബെഞ്ചമിൻ ഗോത്രജനായ ഒരു രാജാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അദ്ദേഹത്തിന്റെ പേരാണ് സാവൂൾ. ആ സാവൂളിന്റെ പേര് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ഇട്ടത്, പൗലോസിന് ഇട്ടത്, സാവൂൾ. അപ്പോൾ സാവൂൾ എന്നും പൗലോസ് എന്നും 2 പേരുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 പേര്? ഒന്ന് അദ്ദേഹത്തിന്റെ ഹെബ്രായ നാമമാണ് സാവൂൾ, പൗലോസ് എന്നത് അദ്ദേഹത്തിന്റെ റോമൻ പേരാണ്. അപ്പൊ ഇങ്ങനെ 2 പേര്. അപ്പോ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, വലിയ ദൈവഭക്തിയുള്ള കുടുംബത്തിൽ വളർന്ന, ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, 22-ാം അധ്യായത്തിൽ അദ്ദേഹം വളർന്നത് ജെറുസലേമിലാണ്. അദ്ദേഹം അപ്പസ്തോല പ്രവർത്തനത്തിൽ 22, 23, 26 ഒക്കെ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ നഗരത്തിൽ എങ്ങനെയാണ് വളർന്നത്, എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ സമൂഹത്തിൽ സ്വതവേ ഒരു താല്പര്യം സൃഷ്ടിച്ച, പൊതുജന സമ്മതനായ ഒരാളായിരുന്നു അദ്ദേഹം. ഇനി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കാണുന്ന മറ്റൊരു സൂചന, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കുറിച്ച് ബൈബിളിൽ സൂചനയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 23:16 അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ അദ്ദേഹത്തിന് ഒരു ആപത്തുണ്ടാവുമ്പോൾ ആ വിവരം വന്ന് ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. സഹോദരിയുടെ പുത്രൻ. അതുപോലെ തന്നെ റോമാലേഖനം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അൻഡ്രോണിക്കസും യൂനിയായും അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായ ആളുകളായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിൽ, അദ്ദേഹം ജീവസന്ധാരണാർത്ഥം ഏർപ്പെട്ടിരുന്ന തൊഴിൽ കൂടാരപ്പണിയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടാരപ്പണി ആയിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തെക്കുറിച്ച് വലിയ തീഷ്ണതയുള്ളവൻ ആയിരുന്നു. ദൈവത്തെക്കുറിച്ച് വലിയ തീഷ്ണതയുള്ള ആളായിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് മാനസാന്തരത്തിന് മുമ്പ് സാവൂൾ. ഒരു കാര്യം കൂടി, അദ്ദേഹം ഗമാലിയേലിന്റെ കീഴിൽ, അന്നത്തെ ഏറ്റവും വലിയ അധ്യാപകരിൽ, മതാധ്യാപകരിൽ ഒരാളായ ഗമാലിയേലിന്റെ കീഴിലിരുന്ന് വചനം പഠിച്ച, മതപഠനം നടത്തിയ അറിവുള്ള ആളായിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജന്മന റോമ പൗരൻ, താർസൂസ് എന്ന തുറമുഖ പട്ടണത്തിൽ ജനിച്ചവൻ, 1-ലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിവുണ്ടായിരുന്നവൻ, തീഷ്ണത നിറഞ്ഞൊരു കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചവൻ, ഫരിസേയ പുത്രൻ, ഗമാലിയേലിന്റെ ശിഷ്യൻ, ജെറുസലേമിൽ പൊതുജന സമ്മതിയുണ്ടായിരുന്ന ഒരാൾ, തൻ്റെ മതത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 34 35 ഒക്കെ വയസ്സ് പ്രായമുള്ളപ്പോ, അദ്ദേഹത്തിന്റെ 30കളിൽ നല്ല യൗവനത്തിന്റെ നട്ടുച്ച കത്തിയപ്പോ, അദ്ദേഹത്തിന് സ്വന്തം മതത്തിലുണ്ടായ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് അസ്വസ്ഥതയുണ്ടായി. യഹൂദ മതത്തിൽ ചെറുപ്പക്കാരനായിരുന്ന സാവൂൾ കാണുകയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. എന്താണ് ആ പ്രതിസന്ധി? യേശു എന്നു പേരുള്ള ഒരാൾ ജെറുസലേമിലും ഗലീലയിലും യൂദയായിലും പ്രത്യക്ഷപ്പെട്ടിട്ട് താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു. ദൈവദൂഷണം പറഞ്ഞതിന്റെ പേരിൽ യഹൂദന്മാർ അവനെ റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു.
അവനെ അവർ പീഡിപ്പിച്ചു, കുരിശിൽ തറച്ചു, കൊന്നു. അവന്റെ ശിഷ്യന്മാർ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ ശിഷ്യന്മാർ പറയണം അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അവന്റെ ശിഷ്യന്മാർ അവൻ ദൈവപുത്രനാണെന്നും അവൻ മിശിഹായാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ജെറുസലേമിന്റെ തെരുവുകളിൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. യഹൂദ മതത്തിൽ നിന്ന് 100 കണക്കിന് 1000 ആളുകൾ ഈ പുതിയ ഭ്രാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേട്ടപ്പോ മതത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരന്റെ ചോര തിളച്ചു. അയാൾക്കിത് സഹിക്കാൻ പറ്റിയില്ല. തൻ്റെ മതത്തിലുണ്ടാകാൻ ഇടയുള്ള ഈ വിഭജനത്തെക്കുറിച്ച്, തൻ്റെ മതത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ അപായ ഭീതി അദ്ദേഹത്തെ നടുക്കിയപ്പോ അദ്ദേഹം ആ മതത്തിലുള്ള ആളുകളെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നു. നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം സഭയെ പീഡിപ്പിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൂടി പോകാം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 1 മുതൽ. സാവൂള് ഈ വധത്തെ അനുകൂലിച്ചു. അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണുന്നത് എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗമാണ്. അവിടെ 7-ാം അധ്യായം 58-ാമത്തെ വാക്യം, അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 58-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവർ സ്തേഫാനോസിനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. എസ്തപ്പാനോസിനെ കൊല്ലാൻ കല്ലെറിയാൻ പോയ ആളുകൾ തങ്ങളുടെ വസ്ത്രങ്ങളും മേലങ്കിയും അഴിച്ചു വെച്ചത് സാവൂളിന്റെ കാൽക്കലാണെന്ന് വെച്ചാൽ ഈ എസ്തപ്പാനോസിന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഉപജാപക സംഘത്തിൽ സാവൂൾ ഉണ്ടായിരുന്നു. എസ്തപ്പാനോസിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായിലെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപമാചരിച്ചു. കേൾക്കുക, എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തടവിലാക്കി. സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തടവിലാക്കി. ആരെ? യേശുവിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും വീടാന്തരം കയറിയിറങ്ങി വലിച്ചിഴച്ച് കൊണ്ടുവന്ന് തടവിലാക്കി. ഇതാണ് നമ്മൾ സാവൂളിനെ കുറിച്ച് കാണുന്ന, ബൈബിളിൽ കാണുന്ന മറ്റൊരു സൂചന. ദൈവത്തെക്കുറിച്ചും തൻ്റെ മതത്തെക്കുറിച്ചും തീഷ്ണതയുണ്ടായിരുന്നത് കൊണ്ട് എസ്തപ്പാനോസിന്റെ വധത്തെ അനുകൂലിച്ചു, സഭയെ പീഡിപ്പിച്ചു. ഇനി അദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായി. ഇത്രയും ഞാൻ പറഞ്ഞത് മാനസാന്തരത്തിന് മുമ്പുള്ള സാവൂൾ, ഒരു സാധാരണ മനുഷ്യൻ, എന്നാൽ തൻ്റെ മതത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടായിരുന്ന ആൾ. ഈ മനുഷ്യന് ഒരു മാറ്റം ഉണ്ടായി. ഞാൻ 2 ഭാഗങ്ങൾ വായിക്കാം. ആ 2 ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മാറ്റം എന്തായിരുന്നു? ആ മാറ്റം അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സെനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ ഞാൻ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഞാൻ ഒരു വചനം കൂടി വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായത്തിൽ അദ്ദേഹം തൻ്റെ മുമ്പിൽ നിന്ന വിചാരണ സംഘത്തോട്
തൻ്റെ മാനസാന്തരം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പ്രധാനാചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവനും ഇതിന് സാക്ഷികളാണ്. ദമാസ്കസിലുള്ളവരെയും ബന്ധനസ്ഥരാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകൾ വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്ത് വീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു: നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല. ഞാൻ ചോദിച്ചു: കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു: എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വച്ച് നിന്നോട് പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഒരു ഡെഫിനിറ്റായ ദൈവാനുഭവം സാവൂളിന്റെ ജീവിതത്തിൽ ഉണ്ടായി. യേശു ക്രിസ്തു എന്ന തൻ്റെ സമപ്രായക്കാരൻ ഒരു സാധാരണ യഹൂദനല്ലെന്ന് ദമാസ്കസിന്റെ നഗര കവാടത്തിൽ വെച്ച് സാവൂൾ എന്ന ചെറുപ്പക്കാരന് മനസ്സിലായി. അവൻ ദൈവപുത്രനാണെന്ന് മനസ്സിലായി. താഴേക്ക് വരുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു: നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ കാണാനും അവന്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഒരു സാധാരണ യഹൂദനല്ലെന്ന്, യേശു ക്രിസ്തു മിശിഹായാണെന്ന്, യേശു ദൈവമാണെന്ന്, യേശു ദൈവപുത്രനാണെന്ന് മറ്റാരും പറഞ്ഞ് മനസ്സിലാക്കാനാവുന്നതിനേക്കാൾ ശക്തമായി ഈ ദൈവാനുഭവം ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെച്ചു. പിന്നീട് എന്താ കാണുന്നത്? നമ്മൾ കാണുന്നത് 3 ദിവസത്തേക്ക് മനുഷ്യൻ അന്ധനായിട്ട് മാറി. അനനിയാസ് എന്ന ദമാസ്കസിലെ എൽഡർ മൂപ്പൻ അദ്ദേഹത്തെ മാമോദീസ മുക്കി. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഗലാത്യർ 1:17 അദ്ദേഹം അവിടെ നിന്ന് നേരെ അറേബ്യയിലേക്ക് പോയി. അറേബ്യയിൽ സീനായ് മലയുടെ മുകളിൽ മോശ ദൈവസ്വരത്തിന് കാതോർത്ത മലയിൽ അദ്ദേഹം വർഷങ്ങളിരുന്ന് കർത്താവിന്റെ സ്വരം കേട്ടു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അദ്ദേഹം അറേബ്യയിലേക്ക് പോയി എന്നാണ്. ആ ഗലാത്യ ലേഖനത്തിൽ തന്നെ സീനായി മലയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ബൈബിൾ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, അദ്ദേഹം സീനായി മലയിലായിരുന്നു. സീനായി മലയിൽ ഇരുന്നു കൊണ്ട് ഒരു കാലത്ത് തൻ്റെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ മോശയോട് സംസാരിച്ച ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ അദ്ദേഹം കാത്തിരുന്നു. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ഗലാത്യ ലേഖനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഈ സുവിശേഷം ആരും എന്നെ പഠിപ്പിച്ചതല്ല, ഒരു മനുഷ്യനുമല്ല ഇതെന്നെ പഠിപ്പിച്ചത്, ഇത് കർത്താവിന്റെ ഒരു വെളിപാടിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ആ വെളിപാട് പൗലോസിന് കിട്ടുന്നത് അറേബ്യയിലെ ഈ സീനായ് മരുഭൂമിയിൽ, ഈ സീനായ് മലയിൽ എവിടെയോ വെച്ചിട്ടാണ്. അദ്ദേഹം കർത്താവിന്റെ സ്വരം കേട്ടു. വർഷങ്ങൾക്ക് ശേഷം, 3 വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം ദമാസ്കസിലേക്ക് തിരിച്ചെത്തി. അവിടെ കുറെ നാൾ താമസിച്ചു. പിന്നീട് അദ്ദേഹം ജെറുസലേമിലേക്ക് അപ്പസ്തോലന്മാരെ കാണാനായിട്ട് പോയി. 3 വർഷത്തിന് ശേഷം അദ്ദേഹം ജെറുസലേമിലേക്ക് ചെന്നു. പത്രോസിനോട് കൂടെ 15 ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ ജെറുസലേമിൽ അദ്ദേഹം കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം നടന്നു. സഹോദരന്മാരെല്ലാവരും ഒരു കുട്ടയിൽ അദ്ദേഹത്തെ ഇരുത്തി താഴേക്ക് ഇറക്കി നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അദ്ദേഹം അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി. വീണ്ടും അദ്ദേഹം ജെറുസലേമിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ജെറുസലേമിലായിരിക്കുന്ന സമയത്ത് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, പ്രവാചകന്മാർ ഒരുമിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും മാറ്റി നിർത്തുക. അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പൗലോസിന്റെയും ബർന്നബാസിന്റെ മേൽ കൈവപ്പ് കൊടുത്ത് വിജാതീയരോട് സുവിശേഷം പറയാൻ അവരെ പറഞ്ഞയച്ചു. അങ്ങനെ പൗലോസും ബർന്നബാസും ശീലാസും യോഹന്നാനും മർക്കൂസും ഒക്കെ അവർ വിജാതീയരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. ഇനി നമ്മൾ കാണുന്നത് അദ്ദേഹം 3 മിഷണറി യാത്രകൾ നടത്തി. 3 മിഷണറി യാത്രകളിലാണ് അദ്ദേഹം നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിന് ശേഷം കാണുന്ന പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ പറയുന്ന കോറിന്ത്, ഗലാത്തിയ, എഫേസോസ് തുടങ്ങിയ സഭകളെല്ലാം അദ്ദേഹം സ്ഥാപിക്കുന്നത് ഈ 3 മിഷണറി യാത്രകളിലാണ്.
പൗലോസും ബർന്നബാസും, പൗലോസും സീലാസും, പൗലോസും മർക്കോസും, തിമോത്തിയും തീത്തോസും എല്ലാം അടങ്ങിയ വലിയൊരു സംഘം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി നടത്തിയ 3 യാത്രകൾ. ഒടുവിൽ അവര് ജെറുസലേമിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇതിനിടയ്ക്ക് അവർ ഏറ്റുവാങ്ങിയ പീഡാനുഭവങ്ങൾ, ഇതിനിടയ്ക്ക് അവർ സഹിച്ച സഹനത്തിന്റെ ആധിക്യം, ഭീകരത. ലിസ്ത്രായിൽ വെച്ച് പൗലോസ് കല്ലെറിയപ്പെടുന്ന അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ 2 വചനഭാഗങ്ങൾ വേഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പൗലോസ് ലീഗ കടന്നുപോയ സഹനങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലീഗയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാം. 2 കോരിന്തോസ് 11-ാം അധ്യായത്തിൽ അദ്ദേഹം പറയും, 2 കോരിന്തോസ് 11:23 മുതലുള്ള വാക്യങ്ങൾ. 2 കോരിന്തോസ് 11:23 മുതൽ, അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, 1 രാത്രിയും 1 പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടത്തിനും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും പട്ടിണിയിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? ഇത് കടന്നുപോയ സഹനങ്ങൾ പറയുകയാണ്, എണ്ണി പറയുകയാണ്. കാരാഗ്രഹവാസം, പ്രഹരം, മരണവക്ത്രം, അടി, കടലിൽ ഒഴുകി നടന്നത്, കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും പീഡനം ഉണ്ടായത്, ജാഗരണം, തണുപ്പ്, വിശപ്പ്, ഉപവാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം കടന്നുപോയ സഹനങ്ങൾ അദ്ദേഹം വിവരിക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു ഭാഗം ഞാൻ വായിക്കാം. 1 കോരിന്തോസ് 4-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. 1 കോരിന്തോസ് 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറ് പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയും ആയിത്തീർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൗലോസ് ലീഹ കടന്നുപോയ സഹനങ്ങള് അദ്ദേഹം വിവരിക്കുന്നത് ഞാൻ 2 വചനഭാഗത്തു നിന്ന് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വിലപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അദ്ദേഹം എഫേസോസിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞു 3 മിഷണറി യാത്രകൾ നടത്തിയതിനു ശേഷം അദ്ദേഹം ജെറുസലേമിലേക്ക് ഒടുവിൽ മടങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ എഫേസോസിൽ നിന്ന് അദ്ദേഹം ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എഫേസോസിലെ ശ്രേഷ്ഠന്മാരെ ആളയച്ച് വരുത്തി. അവരെ ആളയച്ച് വരുത്തിയിട്ട് അവരോട് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും
യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടെ ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചില്ല. പൊതുസ്ഥലത്ത് വെച്ചും വീടുതോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. ഇതാ, ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവിനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം വാക്യം 36 ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി എല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു. ഇനിമേൽ ഞാൻ നിങ്ങളെ കാണുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും ദുഃഖിച്ചത്. ഇനി 21-ാം അധ്യായത്തിൽ എഫേസോസിൽ നിന്ന് അവർ നേരെ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ കേസറിയ എന്നൊരു സ്ഥലത്തെത്തി. കേസറിയായിൽ 7 ഡീക്കന്മാരിൽ ഒരാളായ ഫിലിപ്പോസിന്റെ വീട്ടിൽ അവർ അന്തിയുറങ്ങാനായി എത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു. വാക്യം 9 കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. അഗാബോസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. കേസറിയായിലെ ഫിലിപ്പോസിന്റെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് കുറെ സ്ത്രീകളും കുട്ടികളും നഗരത്തിന് വെളിയിൽ വരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് അനുധാവനം ചെയ്തിട്ട് അവര് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. ജെറുസലേമിലേക്ക് പോകരുതെന്ന് അവർ പൗലോസിനോട് പറഞ്ഞു. അപ്പൊ ഇതിന് തൊട്ട് മുമ്പും ജെറുസലേമിലേക്ക് പോകരുതെന്ന് പ്രാർത്ഥിച്ച വ്യക്തികൾ പറയുകയാണ്. അഗാബോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഫിലിപ്പോസിന്റെ വീട്ടിലെത്തി. പ്രവചനപരമുള്ള 4 പുത്രിമാർ അവനുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരും പറയുകയാണ്, ജെറുസലേമിൽ വെച്ച് നീ ബന്ധിക്കപ്പെടും, വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ യേശുവിനെ കണ്ടു എന്ന് നമ്മൾ ഈ യാത്രയ്ക്കൊടുവിൽ കണ്ടെത്തും. ഈ യാത്രയുടെ ഒടുവിൽ നമുക്ക് മനസ്സിലാവും അപ്പസ്തോലന്മാർ യേശുവിനെ എങ്ങനെയാണ് കണ്ടത്. അവർക്ക് യേശു ആരായിരുന്നു? അവർക്ക് യേശുവിന്റെ സുവിശേഷം എന്തായിരുന്നു? ഇങ്ങനെ ജെറുസലേമിലേക്ക് പോവാണ്. പിടിക്കപ്പെടുമെന്ന് 100 വട്ടം ഉറപ്പുണ്ടായിട്ട് പോവാണ്. കൊല്ലപ്പെടുമെന്ന് 101 തവണ നിശ്ചയമുണ്ടായിട്ട് പോവുകയാണ്. അങ്ങനെ അവർ ജെറുസലേമിലെത്തി. AD 57 പൗലോസ് ഈ യാത്രകളെല്ലാം അവസാനിപ്പിച്ച് ജെറുസലേമിലെത്തുന്നു. 7 ദിവസങ്ങൾക്കുള്ളിൽ പൗലോസിനെ യഹൂദന്മാർ പിടികൂടുന്നു. വലിച്ചിഴച്ച് നഗരമധ്യത്തിലിട്ട് പൊതിരെ തല്ലുമ്പോൾ സഹസ്രാധിപൻ വന്ന് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ജയിലിൽ കിടക്കുന്ന പൗലോസിനെ ഗൂഢമായ ഒരു സംഘം ചേർന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുകയാണ്, പൗലോസിനെ കൊന്നിട്ട് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കൂ. അങ്ങനെ തീരുമാനമെടുത്ത് പൗലോസിനെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ ഈ വിവരമറിഞ്ഞ റോമൻ പട്ടാളം അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കേസറിയയിലേക്ക് മാറ്റുകയാണ്. രാത്രിയിൽ തന്നെ ഇരുചെവി അറിയാതെ അദ്ദേഹത്തെ ജെറുസലേമിൽ നിന്ന് കേസറിയയിലേക്ക് കൊണ്ടുപോയി.
അവിടെ നിന്ന് ഫെലിക്സ് എന്ന ദേശാധിപതിയുടെ മുമ്പിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോയി. ഫെലിക്സ് എന്ന റോമൻ ദേശാധിപതി, പീലാത്തോസിനെ പോലെ ഒരു ദേശാധിപതി, ആ ദേശാധിപതിയുടെ മുമ്പിലേക്ക് പൗലോസിനെ കൊണ്ടുപോയി. അവിടെ വെച്ച് യേശുവിന് സാക്ഷ്യം നൽകി. 2 വർഷം ഫെലിക്സ് പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചു. അങ്ങനെ 2 വർഷം അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫെലിക്സിന് പൗലോസിനോട് അനുകമ്പ തോന്നി. ജെറുസലേമിലേക്ക് വിട്ടയക്കാൻ തീരുമാനിക്കുമ്പോൾ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ജെറുസലേമിലേക്ക് വിട്ടയക്കാൻ തീരുമാനിക്കുമ്പോൾ റോമിൽ പോകണമെന്നും റോമിൽ സീസറിനോട് സുവിശേഷം പറയണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ റോമ പൗരനാണ്, സീസറിനോട് എനിക്ക് അപ്പീൽ ചെയ്യണം. വിട്ടയക്കാൻ ഫെലിക്സ് തീരുമാനിച്ചതാണ്. പൊക്കൊള്ളാൻ, ജെറുസലേമിലേക്ക് ഫ്രീ ആയിട്ട് പൊക്കൊള്ളാൻ അനുവദിച്ചതാണ്. ജീവൻ രക്ഷിക്കാൻ ആയിരുന്നെങ്കിൽ രക്ഷിക്കാൻ ഇപ്പോൾ അവസരം ഉണ്ടായിരുന്നു. രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഇപ്പോൾ അവസരം ഉണ്ടായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി സ്വജീവൻ സംരക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം ആഗ്രഹിച്ചത് റോമിലെത്തണം, റോമിലെത്തി സുവിശേഷം പറയണം. നരകയാതനകളിലൂടെ ക്രൈസ്തവ സമൂഹത്തെ പീഡനമുറകളിലൂടെ വലിച്ചിഴച്ച് നശിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന സീസറിനോടും അവരുടെ കൊട്ടാര വളപ്പിലെ സകലരോടും യേശുവിനെ കുറിച്ച് പറയാൻ എൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, ജെറുസലേമിൽ നിന്ന് റോമിലെത്തണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയാണ് റോമിലെത്തുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ മരിക്കാൻ സർവദാ സന്നദ്ധനായി മരണം ഉറപ്പിച്ച് റോമിലെത്തുകയാണ്. ഇനി റോമിലേക്കുള്ള യാത്രക്കിടയിൽ കപ്പൽ തകരുന്നു, കടലിൽ ഒഴുകി നടക്കുന്നു, മാൾട്ട എന്ന ദ്വീപിൽ എത്തിച്ചേരുന്നു. അവിടെ സുവിശേഷം പറയുന്നു, അവിടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്നു. അവിടെ നിന്നിട്ട് അവിടെ വെച്ചാണ് പൗലോസിന്റെ കയ്യിൽ അണലിപ്പാമ്പ് ചുറ്റുന്നത്. പാമ്പ് കടിച്ച് പൗലോസ് മരിച്ചു പോകുന്ന സഹയാത്രക്കാര് വിചാരിക്കുന്നു. പൗലോസ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് റോമിലേക്ക് എത്തുന്നു. റോമിലേക്ക് കപ്പൽ യാത്ര. ആ കപ്പൽ യാത്ര റോമിലെത്തി കഴിയുമ്പോൾ AD 60 അദ്ദേഹം റോമിലെത്തുന്നത്. അവിടെ 2 വർഷം സീസറിന്റെ വിചാരണ കാത്ത് വീട്ടുതടങ്കലിൽ. 2 വർഷം വീട്ടുതടങ്കൽ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ കയ്യിൽ ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ ചങ്ങല, ഒരു പട്ടാളക്കാരന്റെ വലത്തെ കയ്യിൽ ചങ്ങല. അങ്ങനെ ചങ്ങലയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റൂ. അങ്ങനെ വീട്ടുതടങ്കലിൽ. പക്ഷെ ആ 2 വർഷം അദ്ദേഹം റോമിൽ കർത്താവിന്റെ സുവിശേഷം പങ്കുവെച്ചു. ചങ്ങലയിട്ട കൈകൾ കൊണ്ട് സുവിശേഷം പറഞ്ഞു. ആ കൈകൾ കൊണ്ട് ആശീർവദിച്ചു, ആ കൈകൾ കൊണ്ട് അനുഗ്രഹിച്ചു, ആ കൈകൾ കൊണ്ട് ദൈവജനത്തെ ആശീർവദിച്ചു. ഒടുവില് നീറോയുടെ വാഴ്ച അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഗ്രേറ്റ് ഫയർ ഓഫ് റോം, റോമിലുണ്ടായ വലിയ തീപിടുത്തം, അതിനുശേഷം നീറോയുടെ മരണത്തിന് മുമ്പ് AD 68 മുമ്പ് 70 72 വയസ്സ് പ്രായമുള്ളപ്പോ നീറോ ചക്രവർത്തിയാൽ തലവെട്ടി കൊല്ലപ്പെട്ടു. നല്ല യൗവനത്തിൽ, നല്ല പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് 70 72 വയസ്സ് പ്രായം വരെ 40-ലേറെ വർഷം കഠിനാധ്വാനത്തിലും ഉപവാസത്തിലും പട്ടിണിയിലും പീഡനത്തിലും ഞെരുക്കത്തിലും സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് തലവെട്ടി കൊല്ലപ്പെട്ടു. ഞാൻ പറയുന്നത് ഇതായിരുന്നു സഭ, ഇതായിരുന്നു അപ്പസ്തോലന്മാർ, ഇതായിരുന്നു ദൈവജനം, ഇതായിരുന്നു കർത്താവിന്റെ സഭയുടെ ചങ്കിനകത്തെ ദൈവസ്നേഹം. അങ്ങനെ ജീവിച്ചൊരു മനുഷ്യൻ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയും, അദ്ദേഹത്തിന് ലാഭമായിരുന്നതെല്ലാം യേശുവിനെ പ്രതി നഷ്ടമായിട്ട് കണക്കാക്കിയതിനെ കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 4 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 4 മുതൽ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് ചിന്തിക്കുന്ന ആരെയുംകാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായിട്ട് കണക്കാക്കി. എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. ആരാണ് ഈ പറയുന്നത്? തൻ്റെ നാട്ടിൽ തൻ്റെ സമപ്രായക്കാരനായി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ
തനിക്കുണ്ടായിരുന്ന സകല ലാഭവും വലിച്ചെറിഞ്ഞിട്ട് ആ യഹൂദ മതത്തിൽ ജനിച്ചു വളർന്ന ദൈവപുത്രനെന്ന് താൻ തിരിച്ചറിഞ്ഞ ആ സത്യത്തിന് വേണ്ടി, ആ ദൈവപുത്രന് വേണ്ടി ജീവിതം മുഴുവൻ ഒരു നൈവേദ്യം പോലെ ബലിക്കലിൽ വെച്ച് തകർത്ത് കളഞ്ഞൊരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്ന എല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് കണക്കാക്കി. അത് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അതിനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമാന്യം ദീർഘമായ ഒരു യാത്രയായിരുന്നു ഇത്. സാമാന്യം ദീർഘമായ യാത്ര, ഒരുപക്ഷെ ദീർഘമോ വിരസമോ ആയ യാത്ര. ഒരു കാര്യം പറയാനാണ് ഞാൻ ഇവിടം വരെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ആദിമസഭയ്ക്ക്, അപ്പസ്തോലന്മാർക്ക്, കർത്താവിൻ്റെ സഭയിലെ മക്കൾക്ക് കർത്താവ് മാത്രമായിരുന്നു സത്യം. കർത്താവല്ലാതെ അവർക്കൊരു സത്യമുണ്ടായിരുന്നില്ല. അവർക്ക് ജീവിതത്തിൽ, ജന്മത്തിൽ, ഓർമ്മകളിൽ, ചിന്തകളിൽ, ധാരണകളിൽ, മനോഭാവങ്ങളിൽ ഒരു സത്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്യത്തിന്റെ പേര് യേശുവായിരുന്നു. ആ സത്യത്തിന് പുറത്ത് അവർക്ക് മറ്റൊരു സത്യം ഉണ്ടായിരുന്നില്ല. യേശു മാത്രമായിരുന്നു അവരുടെ സത്യം. യേശു മാത്രം. അവരുടെ ജീവിതത്തിലെ നോട്ടവും, അവരുടെ ജീവിതത്തിലെ സകല ലക്ഷ്യവും, അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ അന്ത്യവും, അവരെന്തിനെ നോക്കി ജീവിച്ചോ അത് മുഴുവൻ യേശുവായിരുന്നു. യേശു അല്ലാതെ അവരുടെ കൺമുമ്പിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവിനെ അല്ലാതെ അവരാരെയും കണ്ടിരുന്നില്ല. യേശുവിനെ അല്ലാതെ അവരാരെയും ലക്ഷ്യം വെച്ചിരുന്നില്ല. യേശു മാത്രമായിരുന്നു സത്യം. എവിടെയാണ് സഭയ്ക്ക് കാലിടറിയെന്ന് നിങ്ങൾക്കറിയുമോ? യേശുവിൽ നിന്ന് നോട്ടം മാറിയെടുത്താണ് സഭയുടെ കാല് വേച്ചുപോയത്. ഹൃദയത്തിൽ നിന്ന് യേശു മാറിയപ്പോഴാണ് സഭയ്ക്ക് അടി കിട്ടാൻ തുടങ്ങിയത്, സഭ നശിക്കാൻ തുടങ്ങിയത്, സഭയുടെ താളം തെറ്റാൻ തുടങ്ങിയത്. നോട്ടം മാറിയപ്പോഴാണ്. യേശു മാത്രമേ ഉള്ളൂ എനിക്ക്, നിങ്ങൾക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും, സഭയ്ക്ക്, കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് ഒറ്റ സത്യമേ ഉള്ളൂ ജീവിതത്തിൽ. ആ സത്യത്തിന്റെ പേര് യേശു മാത്രമാണ്. യേശു മാത്രം. നമുക്ക് നമ്മുടെ കൺമുമ്പിൽ മറ്റൊരു സത്യമില്ല. നമുക്ക് ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യമില്ല. നമുക്ക് മറ്റൊരു മാർഗമില്ല. നമുക്ക് മറ്റൊരു വഴിയില്ല. നമ്മളെ സംബന്ധിച്ച് ഒറ്റ സത്യമേ ഉള്ളൂ. ആ സത്യം യേശുവാണ്. അതെന്ന് എൻ്റെ ചങ്കിനകത്ത് കയറുന്നു, അന്ന് യേശു എൻ്റെ ഏക ലക്ഷ്യമാകുന്നു, എൻ്റെ ഏക വഴിയാവുന്നു. അന്ന് ദൈവശക്തി എന്നിൽ പ്രകടമാവും. ഇന്ന് സംഭവിക്കുന്ന അപകടം എന്തെന്നറിയാമോ? റിലേറ്റിവിസം എന്നൊരു പ്രശ്നമുണ്ട്. എല്ലായിടത്തും സത്യമുണ്ടെന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യർ, എല്ലായിടങ്ങളിലും സത്യമുണ്ടെന്ന് അംഗീകരിച്ചു പോകുന്ന മനുഷ്യർ. സഭ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന്റെ കിരണങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാം. സഭ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. സത്യത്തിന്റെ കിരണങ്ങൾ, റേസ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ കിരണങ്ങൾ എല്ലായിടത്തും സത്യമുണ്ടാകാം എന്നല്ല സഭ പറഞ്ഞത്. സത്യത്തിന്റെ അംശം, സത്യത്തിന്റെ പ്രഭ, സത്യത്തിന്റെ കിരണം അതുണ്ടാവാം. പക്ഷേ ഈ സത്യമെന്ന സൂര്യൻ ക്രിസ്തുവാണ്. ഈ സൂര്യന്റെ വെളിച്ചം പലയിടങ്ങളിലും ഉണ്ടാവാം, പക്ഷേ സൂര്യൻ ക്രിസ്തുവാണ്. ഈ വെളിച്ചത്തിന്റെ സ്രോതസ് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിന്ന് നോട്ടം മാറരുത്. ക്രിസ്തുവിനെ നിസാരമാക്കുന്ന വാചകങ്ങളോ വർത്തമാനങ്ങളോ സഭയ്ക്കകത്ത് ഉണ്ടാകരുത്. ക്രിസ്തുവിൽ വെള്ളം ചേർക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് വരരുത്. നമുക്കൊറ്റ സത്യമേ ഉള്ളൂ, അത് കർത്താവാണ്. അവരുടെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് അവർ കണ്ടിരുന്നത് ക്രിസ്തുവിനെ നേടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർക്ക് ജീവിതത്തിൽ നേട്ടമായിട്ട് കണ്ടത് ക്രിസ്തുവിനെ നേടുകയായിരുന്നു. ക്രിസ്തുവിനെ വെച്ച് ലാഭമുണ്ടാക്കുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ക്രിസ്തുവായിരുന്നു അവരുടെ ലാഭം. ക്രിസ്തുവായിരുന്നു ലാഭം. അതുകൊണ്ട് ലാഭമായിരുന്ന മറ്റെല്ലാം ക്രിസ്തുവിനെ പ്രതി അവർ നഷ്ടമായിട്ട് കണക്കാക്കിയിട്ട് ക്രിസ്തുവിനെ നിധിയായിട്ട് കണ്ടു. ക്രിസ്തുവായിരുന്നു നിധി. ക്രിസ്തുവിനെ വെച്ച് ലാഭം ഉണ്ടാക്കിയവരായിരുന്നില്ല ക്രിസ്ത്യാനികൾ. ക്രിസ്തുവായിരുന്നു അവരുടെ ലാഭം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നത് മുഴുവൻ അവർ സന്തോഷമായിട്ട് കണ്ടു.
ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുക്കുന്ന ത്യാഗം അവർക്ക് ഭാരമായിരുന്നില്ല, അത് അഭിമാനമായിരുന്നു, സന്തോഷമായിരുന്നു. മൂന്നാമതായിട്ട്, അവർ ജീവിച്ചത് ഈ ലോകത്തിന് വേണ്ടി ആയിരുന്നില്ല. ധ്യാനങ്ങൾ നല്ലതാണ്, ധ്യാനകേന്ദ്രങ്ങൾ നല്ലതാണ്, കൺവെൻഷനുകൾ നല്ലതാണ്, ആത്മീയ കൂട്ടായ്മകൾ നല്ലതാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നല്ലതാണ്. പക്ഷെ എന്തിനു വേണ്ടി? ഈ ലോകത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ആത്മീയതയുടെ പിന്നാലെ മുഴുവൻ നടന്നതെങ്കിൽ ഈ ഓട്ടം മുഴുവൻ വെറുതെ ആയിരുന്നു. ഈ ലോകത്തിന് വേണ്ടി ആയിരുന്നോ നമ്മുടെ ഓട്ടം? മോഹങ്ങൾ കൂടി എന്നതായിരുന്നോ വിശ്വാസത്തിന്റെ വളർച്ചയായിട്ട് നമ്മൾ കണ്ടത്? മോഹം കൂടിയതിനെയാണ് വിശ്വാസ വളർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ക്രിസ്തുവിനെ നേടുക, ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ഈ ലോകത്തിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല വിലപിടിപ്പുള്ളതായിട്ട് കണ്ടത്. പ്രാർത്ഥിച്ചതിന്റെ ലക്ഷ്യം ഈ ലോക കാര്യങ്ങൾ നടക്കുകയായിരുന്നില്ല, അത് അവരുടെ അവസാനത്തെ ലക്ഷ്യം പോലും ആയിരുന്നില്ല. വന്ന് നമ്മുടെ ആത്മീയത എവിടെ എത്തി നിൽക്കുന്നു? ഈ ലോകത്തിന് വേണ്ടി. ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാം, ഇവിടെ എങ്ങനെ 2 നിലയുള്ള വീട് കൂടെ വെക്കാം, ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ നല്ലൊരു വണ്ടി വാങ്ങിക്കാം, ഇവിടെ എങ്ങനെ കുറച്ചുകൂടെ ബിസിനസ്, ഇവിടെ എങ്ങനെ മക്കളുടെ ഭാവി സ്ഥിരമാക്കാം. അപ്പസ്തോലിക സഭയ്ക്ക്, ആദിമ സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി വിതയ്ക്കാൻ അവർ കണ്ടെത്തിയ ഇടമായിരുന്നു ഈ ലോകം. നാലാമതായിട്ട്, ക്രിസ്തു സത്യമായി അവരുടെ മുമ്പിൽ അത്രമാത്രം തെളിഞ്ഞു നിന്നതുകൊണ്ട് ക്രിസ്തുവിനെ പറയാതിരിക്കുന്നത് ഒരു പാപമായിട്ടും, ഒരു മാരക പാപമായിട്ടും, ഒരു മഹാതിന്മയായിട്ടും അവർ കരുതി. ഇവാഞ്ചലൈസേഷന്റെ സ്പിരിറ്റ് നഷ്ടപ്പെട്ട സഭ ക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിയാത്ത സഭയാണ്. ധ്യാനങ്ങൾ കൂടി, ധ്യാനകേന്ദ്രങ്ങൾ കൂടി, ധ്യാനഗുരുക്കന്മാർ കൂടി. ആരോടാണ് നമ്മുടെ ഈ സുവിശേഷ പ്രഘോഷണം മുഴുവൻ? നമ്മുടെ സുവിശേഷ പ്രഘോഷണം മുഴുവൻ വീണ്ടും 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 സുവിശേഷം കേട്ടവരോട്. സുവിശേഷം കേൾക്കാത്തവരെ കുറിച്ചുള്ള ഭാരം, സുവിശേഷം അറിയാത്തവരെ കുറിച്ചുള്ള ഭാരം, സുവിശേഷം ഇനിയും കേട്ടിട്ടില്ലാത്തവരെ കുറിച്ചുള്ള വേദന, അത് വരാത്തൊരു സഭ ക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിയാത്ത സഭയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഇഴപിരിച്ച് പരിശോധിച്ച് പോയാൽ ആദിമസഭയിൽ അവരുടെ ലക്ഷ്യത്തിലുണ്ടായിരുന്ന വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ കാര്യം ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു സത്യമേ ഉള്ളൂ. ആ സത്യത്തിൻ്റെ പേര് യേശുവാണ്. ആ സത്യത്തെ വെള്ളം ചേർക്കാതെയോ തമസ്കരിക്കാതെയോ ആ സത്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെയോ ജീവിച്ചാൽ സഭയിൽ ദൈവശക്തി അണപൊട്ടി ഒഴുകും. പീഡനങ്ങളുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാവും. പക്ഷേ എല്ലാറ്റിലും നമുക്ക് വിജയം നൽകുന്ന ക്രിസ്തു മുഖാന്തരം ഇതിനെല്ലാം മേളിൽ നമ്മൾ ഉയർന്നു നിൽക്കും. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവാൻ, വിശ്വാസ ജീവിതത്തിലുണ്ടാവാൻ ഈ നാളുകളിൽ അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ ശക്തി വെളിപ്പെട്ട് വരണമേ. അങ്ങ് മാത്രമാണ് സത്യമെന്നും, കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും, അങ്ങല്ലാതെ ഞങ്ങൾ കാര്യമില്ലെന്നും, അങ്ങയെ മാത്രമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ പൂജിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. കരങ്ങളടിച്ചു പാടാം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു,
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധമായ ആരാധനയിൽ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. സഭയെ ശക്തിപ്പെടുത്താൻ, ആത്മാവിൻ്റെ വലിയൊരു കാറ്റ് സഭയിലേക്ക് ആഞ്ഞടിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് ആരാധനയിൽ കർത്താവിനെ പൂർണ്ണമായും ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനാം